അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറേബ്യയിലെ ഖുറൈശികളടങ്ങുന്ന അറബ് സമൂഹത്തോടായി കഴിഞ്ഞ ആയത്തിൽ പഠിച്ച അവസാനത്തെ ആയത്തിൽ പറഞ്ഞത് ഇതായിരുന്നു. അതായത് അള്ളാഹു ശിക്ഷയിലൂടെ ഉന്മൂലനാശം വരുത്തിയ വലിയ ധിക്കാരികളായിരുന്ന ആദ്, സമൂദ് പോലെയുള്ള ജനസമൂഹം താമസിച്ച അതേ നാടുകളിൽ തന്നെയാണ് നിങ്ങളും താമസിക്കുന്നത്. അവരുടെ ധിക്കാരത്തിൻ്റെ പേരിൽ അള്ളാഹു അവരെ ശിക്ഷയിലൂടെ നശിപ്പിച്ച ചരിത്രം നിങ്ങൾക്ക് നന്നായി അറിയാം. അവരുടെ ഉദാഹരണങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പാഠമായി വിവരിച്ചു തരികയും ചെയ്തു. ഇതാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ഇനി ആ കഴിഞ്ഞുപോയ അള്ളാഹു ശിക്ഷയിലൂടെ നശിപ്പിച്ച ആദ്, സമൂദ് പോലെയുള്ള ശക്തരായ സമൂഹം പലതരത്തിലുള്ള കുതന്ത്രങ്ങളും ഇസ്ലാമിനെതിരെ പ്രയോഗിച്ചു നോക്കി. എന്നാൽ അവർ എത്ര വലിയ തന്ത്രങ്ങൾ പയറ്റിയിട്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ അവരുടെ തന്ത്രങ്ങളൊക്കെയും പാളിപ്പോവുകയാണുണ്ടായത്. അള്ളാഹു അവരെ പിടികൂടുകയും ചെയ്തു. അതുപോലെ അള്ളാഹു ഇസ്ലാമിന് വിജയമുണ്ടാവുമെന്ന് പ്രവാചകന്മാർക്ക് നൽകിയ വാഗ്ദാനം അള്ളാഹു പാലിക്കുക തന്നെ ചെയ്യും. ഇക്കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന 46-47 ആയത്തുകളിൽ പറയുന്നത്. വഖദ് മക്കറു മക്രഹും, അവർ അവരുടെ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. അറേബ്യൻ നാടുകളിൽ വസിച്ചിരുന്ന ആദ്, സമൂദ് പോലെയുള്ള ധിക്കാരികളായ ജനസമൂഹങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അനുസരിക്കാതിരിക്കാൻ, പ്രവാചകന്മാരെ ധിക്കരിക്കാൻ, ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ അവർ വമ്പിച്ച തന്ത്രങ്ങൾ പ്രയോഗിച്ചു. അവർ നല്ല കഴിവുള്ളവരായിരുന്നു. നല്ല കായിക ശക്തി, നല്ല സാമ്പത്തിക ശക്തി, സാങ്കേതിക കഴിവുകൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മികച്ച അവസ്ഥയിലായിരുന്ന അവർക്ക് പ്രവാചകന്മാരുടെ ഇസ്ലാമിക പ്രബോധനത്തെ അടിച്ചമർത്താനും തോൽപ്പിക്കാനും വലിയ തന്ത്രങ്ങളും ആസൂത്രണങ്ങളും നടത്താനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ വഇൻദല്ലാഹി മക്റുഹും, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവരുടെ തന്ത്രങ്ങൾ എന്തായി എന്ന് പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവരുടെ തന്ത്രങ്ങളെക്കുറിച്ചൊക്കെയുള്ള നല്ല അറിവുണ്ട് എന്ന അർത്ഥത്തിലാവാം. അല്ലെങ്കിൽ എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവരുടെ തന്ത്രങ്ങളൊക്കെ പൊളിഞ്ഞുപോയി എന്ന അർത്ഥത്തിലുമാകാം. ഏതായാലും വഇൻകാന മക്റുഹും, അവരുടെ തന്ത്രങ്ങൾ ആയിരുന്നുവെങ്കിലും ലിതസൂല മിൻഹുൽ ജിബാല്, മലകളെ നീക്കാൻ പോകുന്നതായ, അതായത് അവരുടെ തന്ത്രങ്ങൾ മലകളെപ്പോലും നീക്കാൻ കഴിയുന്നത്ര വമ്പിച്ച തന്ത്രങ്ങളായിരുന്നു എങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവരുടെ തന്ത്രങ്ങളൊക്കെ പൊളിഞ്ഞുപോയി, പാളിപ്പോയി എന്നാണ്. ഈ പറഞ്ഞ വാചകത്തിൽ വഇൻകാന എന്നതിന് ആയിരുന്നെങ്കിലും എന്ന അർത്ഥം പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെയുള്ള അർത്ഥം വന്നത്. ഇനി വഇൻകാനക്ക് ആയിരുന്നില്ല എന്ന അർത്ഥവും നൽകാൻ സാധിക്കും. അങ്ങനെയാവുമ്പോൾ വഇൻകാന മക്റുഹും ലിതസൂല മിൻഹുൽ ജിബാൽ എന്ന വാചകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാവും: പർവ്വതം നീക്കാനൊന്നും അവരുടെ തന്ത്രങ്ങൾക്ക് സാധിക്കുകയില്ല. അതായത് അവരുടെ തന്ത്രങ്ങൾ എത്ര സമർത്ഥമാണെങ്കിലും അള്ളാഹു സൃഷ്ടിച്ച പർവ്വതങ്ങളെ നീക്കാനൊന്നും അവരുടെ തന്ത്രങ്ങൾക്കാവുകയില്ലല്ലോ. ശക്തമായ അടിവേരുള്ള അള്ളാഹുവിൻ്റെ ദീനിനെ തോൽപ്പിക്കാനൊന്നും അവരുടെ കുതന്ത്രങ്ങൾക്ക് ആവുകയില്ല എന്ന സൂചനയാണ് ഇതിലുള്ളത്. തുടർന്ന് നേരത്തെ 2 ആയത്ത് മുമ്പ് അള്ളാഹു അശ്രദ്ധനാണെന്ന് കരുതേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ അതേ ആശയം മറ്റൊരു രീതിയിൽ സത്യവിശ്വാസികൾക്ക് ആശ്വാസമായിക്കൊണ്ട്, സത്യനിഷേധികൾക്ക് താക്കീതായിക്കൊണ്ട് ഇനി പറയുന്ന ആയത്തിൽ ആവർത്തിക്കുകയാണ്. ഫലാ തഹ്സബന്നല്ലാഹ, അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് താങ്കൾ ഒരിക്കലും വിചാരിച്ചു പോകരുത്. മുഖ്ലിഫ വഅദിഹി റുസുലഹു, അവൻ അവൻ്റെ പ്രവാചകന്മാർക്ക് കൊടുത്ത വാഗ്ദാനം ലംഘിക്കുന്നവനാണെന്ന്. അള്ളാഹു ശത്രുക്കളെക്കുറിച്ച് അശ്രദ്ധനാണെന്ന് താങ്കൾ വിചാരിക്കരുത് എന്ന് മുമ്പ് പറഞ്ഞ അതേ ആശയം തന്നെയാണിത്. അതായത് അന്തിമ വിജയം സത്യവിശ്വാസികൾക്ക് തന്നെ ആയിരിക്കും എന്ന് അള്ളാഹു പ്രവാചകന്മാർക്ക് വാക്കുകൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ശത്രുക്കൾ ഇസ്ലാമിനെതിരെ എത്ര കേമത്തരം കാണിച്ചാലും അള്ളാഹു അവരുടെ തന്ത്രങ്ങളൊക്കെ പരാജയപ്പെടുത്തി അന്തിമ വിജയം ഇസ്ലാമിനും സത്യവിശ്വാസികൾക്കും തന്നെയാണ് നൽകുക എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇന്നല്ലാഹ അസീസുൻ ദുൻതിഖാം, തീർച്ചയായും അള്ളാഹു അജയ്യനായ അസീസാണ്. അതുപോലെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന ദുൻതിഖാമാണ്. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവൻ, എല്ലാറ്റിനെയും ജയിച്ചടക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അസീസ് എന്ന പദം പറയുന്നത്. ദുൻതിഖാം എന്നാൽ പ്രതികാരം ചെയ്യുന്നവൻ എന്നാണ്. അതിനർത്ഥം അള്ളാഹുവിന് എന്തോ ഉപദ്രവം ആരോ ഏൽപ്പിച്ചു, അതിന് പകരമായി കൊണ്ട് അള്ളാഹു പ്രതികാരം ചെയ്യുന്നു എന്നല്ല. മറിച്ച് ഇസ്ലാമിനോടും അതിൻ്റെ പ്രബോധകരായ പ്രവാചകന്മാരോടും സത്യവിശ്വാസികളോടും ധിക്കാരികൾ സ്വീകരിച്ച നടപടികൾക്ക് അള്ളാഹു തിരിച്ചടി നൽകും എന്നാണ്. പ്രിയപ്പെട്ടവരെ, നേരത്തെ സൂചിപ്പിച്ച പോലെ
സത്യവിശ്വാസികൾക്ക് ആശ്വാസമാണ് അള്ളാഹുവിൻ്റെ ഈ ഉറപ്പ്, അള്ളാഹു നൽകുന്ന ഈ ഉറപ്പ്. എത്ര വമ്പന്മാരായാലും അവരുടെ ശക്തിയും തന്ത്രങ്ങളൊന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിലപ്പോവില്ല. അക്രമം ചെയ്യുന്നവരെ അള്ളാഹു പിടികൂടുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു നൽകുന്ന ഉറപ്പ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യനിഷേധികളുടെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.